നമ്മൾ ചെറുപ്പം മുതലേ പശുവും പാലും കൊണ്ട് ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് നമുക്ക് ഈ പാൽപ്പൊടി കൊണ്ട് ഉണ്ടാകുന്ന ചായ ഒന്നും നമുക്ക് അത്ര ഇഷ്ടാവില്ല. പ്രത്യേകിച്ച് അതിന്റെ ടേസ്റ്റ് ആണ് മെയിൻ പ്രശ്നം. പക്ഷെ ഈ പാൽപ്പൊടി ഉപയോഗിച്ച് നല്ല ഒന്നാന്തരം കട്ടത്തൈര് ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അത് വളരെ സിമ്പിൾ ആണ്. വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതേപോലെ പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് കുറച്ച് തിക്നെസ് കിട്ടാൻ പാകത്തിന് കുറച്ചധികം പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. തിളച്ചു വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ചൂടാറിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള നല്ല പുളിയുള്ള തൈര് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ചൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഏകദേശം 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നണം. നല്ല കട്ട തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിയുടെ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട, നല്ല പുളിയായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് കട്ട തൈര് ഈ പാൽപ്പൊടി വെച്ച് ഉണ്ടാക്കിയെടുക്കാം.